നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫോൺ ഉപയോഗിച്ച് നമുക്കിങ്ങനെ സിഗ്നേച്ചർ ലോഗോ ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോകളിൽ ഈ പറയുന്ന സിഗ്നേച്ചർ ലോഗോ ആഡ് ചെയ്തിട്ടാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള അഭിജിത്താണ്. അഭിജിത്തിനെ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈച്ചക്കോപ്പിയുടെ 2ാമത്തെ എപ്പിസോഡിൽ അഭിജിത്തിൻ്റെ ഫോട്ടോയാണ് നമ്മൾ കോപ്പി അടിച്ചത്. അപ്പോൾ അഭിജിത്തിന് ആദ്യമേ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സിഗ്നേച്ചർ ലോഗോ ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിൽ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പേരെന്തെന്ന് വെച്ചാൽ പിക്സാർട്ട് എന്നാണ് പേര്. പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഫോണ്ടാണ്. അതായത് സിഗ്നേച്ചർ പോലെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ DAFont.com എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രൗസറിൽ കയറിയതിന് ശേഷം DAFont എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവാം. അപ്പോൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് ഫോണ്ടുകൾ ഇങ്ങനെ ഇപ്പോൾ തന്നെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പോവുകയുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ഹാൻഡ് റിട്ടൺ എന്ന് പറയുന്ന ഒരു സബ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ആ ഹാൻഡ് റിട്ടൺ എന്ന് പറയുന്ന സബ് കാറ്റഗറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഹാൻഡ് റിട്ടൺ എന്ന് പറയുന്ന ആ സബ് കാറ്റഗറിയിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കിടക്കുന്ന തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ആ ഫോണിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കിടപ്പുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിനകത്ത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം എന്താണ് ചെയ്യുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഫയൽ മാനേജറിൽ പോകുക. എന്നിട്ട് നിങ്ങളുടെ ഫോണ്ട് എവിടെയാണ് ഡൗൺലോഡായി കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. എൻ്റെ ഇതിപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ സിപ്പ് ഫയലായിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഇനി എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സിപ്പ് ഫയൽ എക്സ്ട്രാക്ടർ എന്നോ അങ്ങനെ വല്ലതും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടും. അത് യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുക. ഞാനിതിപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കയറുമ്പോൾ നമുക്കിപ്പോൾ 3 ഫയൽ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ ഏതെന്ന് വെച്ചാൽ .ttf എന്ന് പറയുന്ന ഫയലാണ്. അപ്പോൾ ആ .ttf ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ചെയ്യുക. മൂവ് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പിക്സാർട്ട് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഫോൺസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നമുക്കിത് പേസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുക. അത്രയുള്ള സംഭവം. അപ്പോൾ നമ്മുടെ ഫോണ്ട് ഇപ്പോൾ പിക്സാർട്ടിൻ്റെ ഫോണ്ടിൻ്റെ കളക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ഫോണിലെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ ആ പ്ലസ് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ പെർമിഷനൊക്കെ കൊടുക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കളർ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിതിൽ ഈ ആദ്യം കിടക്കുന്ന ഈ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അപ്പോൾ അവർ നമുക്ക് ഇമേജ് സൈസൊക്കെ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഉള്ളതിൽ വലുത് കൊടുത്തിട്ട് സെറ്റ് സൈസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എഡിറ്ററിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ താഴെയുള്ള ഓപ്ഷൻ സൈഡിലോട്ട് നീക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതെടുക്കുക. അതെടുക്കുമ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പേജാണ് വരുന്നത്. ഇതിലെവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യുള്ളതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇവിടെ ഇപ്പോൾ ഉല്ലാസ് ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുള്ള സംഭവം കഴിഞ്ഞതിന് ശേഷം ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അവരുടെ ഡിഫോൾട്ടായിട്ടുള്ളൊരു ഫോണ്ടാണ് കിടക്കുന്നത്. ഇത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കളറിലൊരു പ്ലസ് ബട്ടൺ ഇവിടെ കിടപ്പുണ്ട്. അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മൂവ് ചെയ്ത ഫോൺസ് എല്ലാം മൈ ഫോൺസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് കിടക്കുന്നത്. അതിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് ഇത് അപ്ലൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അതായത് ഇവിടെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്ട്രോക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ സൈഡിലുള്ള സൈഡിലൊരു ഇത് വരുത്തുന്നതാണ്. സൈഡിലൊരു കട്ടി വരുത്തുന്ന സംഭവമാണ്. അത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും അത് കൊടുക്കുന്നില്ല. പിന്നെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, ബ്ലെൻഡ് മോഡ്, അങ്ങനെ എന്തൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുകളിലുള്ള ഈ ടിക്ക് ബട്ടൺ ഞെക്കിയാൽ മതി. അതിനുശേഷം ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മുകളിലുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്താൽ നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ സേവ് ആവും. അപ്പോൾ നമ്മുടെ ലോഗോ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ലോഗോ എങ്ങനെ നമ്മുടെ ഫോട്ടോയിൽ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോ പിക്സാർട്ടിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ താഴെയുള്ള ഓപ്ഷൻ സൈഡിലോട്ട് നീക്കുമ്പോൾ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ലോഗോ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്. അതിനെ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവയ്ക്കുക. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക.
മുകളിലുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ലോഗോ ആഡ് ചെയ്ത ഫോട്ടോയുടെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ വേറെ ലോഗോ കൊണ്ടുവന്ന് വെച്ചത്. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.